മഗ്രിബിൻ്റെ സമയം സ്ഥിരമാകും, നിലനിൽക്കും. ഇലാ അൻ യഗീബ ശഫഖു, ഷഫഖ് മായുന്നത് വരെ, ശോഭ മായുന്നത് വരെ. സൂര്യൻ അസ്തമിച്ചാലും അന്തരീക്ഷത്തിലുണ്ടാകുന്ന, ആകാശത്തിലുണ്ടാകുന്ന അതിൻ്റെ ഒരു ശോഭയുണ്ടാകും. അതിനാണ് ഷഫഖ് എന്ന് ഉപയോഗിക്കുന്നത്. ഷഫഖുൽ അഹ്മർ എന്ന് പറയാറുണ്ട്, ഷഫഖ് എന്നും പറയാം. ആ ഷഫഖ് അസ്തമിക്കുന്നത് വരെ. അവിടെ നമ്പർ 1 കാണാം, അഷ്ഷഫഖുൽ അഹ്മർ വമാ യതഹവ്വലു ഇലൈഹി മിൻ ബയാദിൻ വസുഫ്റത്തിൻ മുഅ്തദത്തിൻ ഫിൽ ഉഫഖി എന്നാണ്. സൂര്യൻ്റെ അസ്തമന ശേഷമുണ്ടാകുന്ന കടും ചുവപ്പ്, അത് വെള്ളയിൽ നിന്ന് പിന്നീട് മഞ്ഞയിലേക്കും പിന്നീട് അങ്ങനെ മാറി വരുന്ന ആ ശോഭയാണ് അവിടെ ഷഫഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഷഫഖ് അസ്തമിക്കുന്നത് വരെ, അത് മായുന്നത് വരെ മഗ്രിബിന് സമയമുണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിച്ചാൽ മഗ്രിബിന് സമയം ആരംഭിച്ചു. അവിടെ മുതൽ അസ്തമന ശോഭ മായുന്നത് വരെയും മഗ്രിബ് നിസ്കരിക്കാൻ പറ്റും. വഹാദ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. താഴെ കണ്ട വഹാദ മദ്ഹബുൽ ഹനഫിയ്യ വൽ ഹനാബില വഖൗലുൻ ഇൻദൽ മാലിക്കിയ്യ വഇൻദ ശാഫിഇയ്യ. ഇതാണ് ഹനഫി മദ്ഹബ്, ഇതാണ് ഹംബലി മദ്ഹബ്. മാലിക്കിയുടെയും ഷാഫിയുടെയും ഒരു അഭിപ്രായവും ഇതാണ്. മാലിക്കി 2 അഭിപ്രായമുണ്ട്, ഷാഫി മദ്ഹബിലും 2 അഭിപ്രായമുണ്ട്. എന്നാൽ ഹംബലി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഇതാണ് മദ്ഹബിൻ്റെ അഭിപ്രായം. അതിലെ പണ്ഡിതന്മാർക്ക് വ്യത്യാസമാരുണ്ടാകാം. മദ്ഹബിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ അഭിപ്രായമാണ്. ഷാഫി മദ്ഹബിൽ 2 അഭിപ്രായമുണ്ട്. ഒന്ന് ഇത് തന്നെയാണ്, ഷഫഖുൽ അഹ്മർ മായുന്നത് വരെ. മറ്റൊരു അഭിപ്രായം, ബാങ്ക് വിളിച്ച് വുളൂ ചെയ്ത് അവിടുത്തെ മടച്ച് 5 റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ എത്ര സമയം വേണോ അത്രയും സമയമുള്ളൂ മഗ്രിബിനാണ്. ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് വിളിക്കുക, അതായത് വുളൂ ചെയ്യുക, അവിടുത്തെ മടക്കുക, 5 റക്അത്ത്, അതായത് ഫർള് 3 സുന്നത്ത് 2, 5 റക്അത്ത് നിസ്കരിക്കുക. ഇതിന് മൊത്തം എത്ര സമയം വേണോ ആ സമയമാണ് മഗ്രിബിൻ്റെ സമയം എന്നാണ് ഷാഫി മദ്ഹബിലെ ഒരഭിപ്രായം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ദിക്റുകൾ പോലും ചെല്ലാതെ വേഗം ഓല് ഇല്ലാത്ത കൂട്ടുപുറത്ത് നിൽക്കുന്നത്. ഉള്ള ദിക്റുകളൊക്കെ കട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ദിക്റുള്ളത് സുബഹിക്കും മഗ്രിബിനുമാണ്. പക്ഷെ നമ്മൾ സമസ്ത പള്ളിയിൽ പോയാലോ മഗ്രിബിന് ഒന്നും ഉണ്ടാവില്ല. സലാം വിട്ട വേഗം മറ്റേ ദുആ എടുക്കും, പിന്നെ കാരണം വെച്ചാൽ സമയം കഴിയുന്നതാണ്. സമയം കഴിയുന്ന ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെ ആ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിന് മറ്റേ സുന്നത്ത് ഒഴിവാക്കി പകരം വിധേയത്തോടെ നടപ്പാക്കി, എന്നിട്ടും ഇനി പോകരുതെന്നുള്ളതിലേക്കാണ് അവിടെ ധൃതി കൂട്ടി പോകുന്നത്. സാധാരണ എല്ലാ വക്തിലും കുലുവല്ലാഹും അതേപോലെ മുഅവ്വിദത്തിനൊക്കെ 1 വട്ടം ഓതണം, അവിടെ 3 വട്ടം ഓതണം. അതേപോലെ മറ്റു ദിക്റുകളൊക്കെ 10 പ്രാവശ്യം 7 പ്രാവശ്യം ചെല്ലണം. എന്നാൽ സാധാരണ ദുഹൂറിൽ മസ്ജിദും ചൊല്ലുന്ന അത്രയും കൂടി മഗ്രിബിന് ശേഷം ഇവർ ദിക്ർ അവിടെ ചൊല്ലാറില്ല. അത് പിന്നെ ചെല്ലാന്ന് പറയണത്, അത് കഴിഞ്ഞ ശേഷം പിന്നെ സ്വന്തമായി ചൊല്ലിക്കോളും എന്നാണ് ന്യായം പറയാം. ഏതായാലും ഷഫഖ് മായുന്നവരെ എന്നതാണ് ഖൗലുൽ ജുംഹൂർ, ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അതാണ്. പിന്നെ എന്നാൽ അവിടെ കണ്ടോ അടുത്ത പേജിന് താഴേക്ക് തുറക്കുന്നതിന് അമ്മ ആഖിറു വഖ്തിഹാ ഫഖദ് ദക്കർനാ അന്നൽ മശ്ഹൂറ ഫീ മദ്ഹബിനാ അന്ന ലഹാ വഖ്തൻ വാഹിദൻ വഹുവ അവ്വലുൽ വഖ്ത്. അവ്വലുൽ വഖ്താണ് അതിനാകെയുള്ള പിന്നെ സമയം എന്ന് പറഞ്ഞവർ ഉണ്ട്. ശറഹ് മുദബിലൊക്കെ പറയുന്നു. എന്നാൽ 2 സമയമുണ്ട് എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരി എന്ന് നബി ഇമാം റഹിമഹുള്ളാഹി പറയുകയും ചെയ്യും. അപ്പോൾ 2 അഭിപ്രായം ഷാഫി മദ്ഹബിൽ ഉണ്ട് എന്നർത്ഥം. ലി ഹദീസ് അബി മൂസ അൽ-അശ്അരി അല്ലദി സബഖ ദിക്റുഹു ഖരീബാ. അപ്പോൾ മഗ്രിബിന് അസ്തമന ശോഭമായുന്നവരെ സമയമുണ്ട്. തെളിവെന്താണ്? ലി ഹദീസ് അബി മൂസ അൽ-അശ്അരി, അബൂ മൂസ അൽ-അശ്അരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് തെളിവ്. അല്ലദി സബഖ ദിക്റുഹു ഖരീബ, തൊട്ടടുത്ത് നമ്മൾ പറഞ്ഞുവല്ലോ, മേലെ പറഞ്ഞല്ലോ. മൂസ അൽ-അശ്അരി പറഞ്ഞ ഹദീസ് നബി ഞങ്ങൾ നിസ്കാരം 2 സമയത്ത് നിസ്കരിച്ചത് പറഞ്ഞു. അവിടെ സൂര്യ അസ്തമിച്ചോടെ മഗ്രിബ് നിസ്കരിച്ചു. അടുത്ത ദിവസം അസ്തമന ശോഭ മായുന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. എന്നിട്ട് ആ ചോദിച്ച ആളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് 2 മണിയുടെ സമയമാകുന്നു സമയം എന്ന് പറഞ്ഞു കൊടുത്തു. ആ ഹദീസാണ് നമുക്കിവിടെ തെളിവായിട്ടുള്ളത്. അവിടെ നമ്പർ 1 താഴെ കണ്ടോ, വൽ ഖൗലു ബി അന്ന വഖ്തൽ മഗ്രിബി വാഹിദുൻ വഅന്നഹു ഖസീറുൻ ജിദ്ദ. മഗ്രിബിന് ഒറ്റ സമയമേ ഉള്ളൂ, 2 സമയം എന്നതില്ല. ആദ്യത്തെ സമയം അവസാനത്തെ സമയം എന്ന സമയമില്ല, ഒറ്റ സമയമേ ഉള്ളൂ. അതാവട്ടെ വളരെ ചുരുങ്ങിയ സമയവുമാണ് എന്ന അഭിപ്രായം. വഅന്നഹു യൻതഹി ബി ഗുയൂബത്തിൽ ഹുംറത്തി ദൂനമായി തസ്ബിഹ മിൻ സുഫ്രത്തി മുനഹബിഹ. സൂര്യൻ്റെ ആ ചോപ്പാണ് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞു. അതിനെ തുടർന്ന് വരുന്ന അസ്തമന ശോഭയൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായം അത് ഫീഹി നളറുൻ കമാ ഹുവൽ മശ്ഹൂറു ഫീ മദ്ഹബി ശാഫിഇയ്യത്തി
ഫീഹി നദറുൻ. അതാണ് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ അഭിപ്രായം. ആ അഭിപ്രായം ഒന്നുകൂടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ലിമുഖാലഫത്തിഹി ലിമാ സബത മിൻ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹ ഫീ വഖതൈനി. നബി തങ്ങൾ രണ്ടു സമയത്ത് മഗ്രിബ് നിസ്കരിച്ചുവെന്ന് ഹദീസിൽപ്പെട്ട് വന്നു. അപ്പം അതിനെതിരാണ്. നബി സൂര്യാസ്തമിച്ച ഉടനെ മഗ്രിബ് നിസ്കരിച്ചു ദിവസം, പിറ്റേ ദിവസം ഇശായുടെ സമയമാകാൻ സമയത്ത് പോയിട്ട് മഗ്രിബ് നിസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് രണ്ടിനും ഇവിടെ സമയമാകുന്നു, മഗ്രിബിന്റെ സമയം. അപ്പം അത് വ്യക്തമാണ്. ആ ഹദീസിന് എതിരാണ് ഈ അഭിപ്രായം. വമുഖാലിഫുൻ ലിമാ സബത മിൻ ഖിറാഅത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഅറാഫ് ഫിൽ മഗ്രിബ്. നബി തങ്ങൾ ഒരു ദിവസം മഗ്രിബിൽ സൂറത്തുൽ അഅറാഫ് ഓതിയെന്ന് അത് സ്വഹീഹ് വന്നിട്ടുണ്ട്. മഗ്രിബ് നിസ്കാരത്തിൽ നബി തങ്ങൾ സൂറത്തുൽ അഅറാഫ് പൂർണ്ണമായും ഓതി. നിസ്കരിക്കാൻ വന്നൊരാള് വന്നപ്പോൾ നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മൂത്രമൊഴിച്ച് വന്ന് ഉദു ചെയ്ത് വന്നപ്പോഴും നബിയുടെ കൂടെ നിസ്കാരം പൂർണ്ണമായും എല്ലാ റക്അത്തും കിട്ടി. അദ്ദേഹം നബി തങ്ങൾ സൂറത്തുൽ അഅറാഫ് മഗ്രിബിൽ പാരായണം ചെയ്തു. അപ്പം ഈ പറയുന്ന 5 റക്അത്ത് ഓതാൻ നിസ്കരിക്കാൻ സമയം മാത്രമാണെന്ന് പറഞ്ഞാൽ സൂറത്തുൽ അഅറാഫ് ഓതാൻ സമയം ഇവിടെ ഉണ്ടാവുകയില്ല. അപ്പം ഈ സംഭവത്തിനും എതിരാണ്, നേരത്തെ പറഞ്ഞ അബൂ മൂസ അശ്അരിയുടെ ആ ഹദീസിനും എതിരാണ് ആ ഒരു അഭിപ്രായം. അതുകൊണ്ട് ആ അഭിപ്രായം ശരിയല്ല എന്നർത്ഥം. ഇനി വൽ മുറാദ് ബി ഷഫഖി, ഷഫഖ് കൊണ്ടുള്ള ഉദ്ദേശം അഷ്ഫഖുൽ അഹ്മർ, ഷഫഖുൽ അഹ്മർ ചുവപ്പ് ശോഭയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സൂര്യ അസ്തമിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂർ 1.25 മണിക്കൂർ സമയം ആ ശോഭ ഉണ്ടാവും. അതിന് ഷഫഖുൽ അഹ്മർ എന്ന് പറയുന്ന ശോഭ. 2 തരം ശോഭ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിൽ ഷഫഖുൽ അഹ്മർ എന്ന് പറഞ്ഞത് സൂര്യൻ അസ്തമിച്ചാലും 1 മണിക്കൂർ 10 മിനിറ്റ് അല്ലെങ്കിൽ 1.25 മണിക്കൂർ വരെ ചില സീസണുകളിൽ ഉണ്ടാകുന്നതാണ് ഷഫഖുൽ അഹ്മർ. അത് കഴിയുമ്പോഴാണ് ഇഷാഇൻ്റെ ബാങ്ക് വിളിക്കുക. അപ്പോൾ സാധാരണ മഗ്രിബ് ബാങ്കിലും ഇഷാ ബാങ്കിനും ഇടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പ് 1.25 മണിക്കൂറാണ്. ഒരു 70 മിനിറ്റ് 75 മിനിറ്റ് 80 മിനിറ്റ് ഒക്കെയാണ് സാധാരണ മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും ബാങ്കിനിടയ്ക്കുള്ള സമയം. അതാണ് ആ സമയം. ഷഫഖുൽ അഹ്മർ മാഞ്ഞാൽ ഇഷാഇൻ്റെ സമയമായി. അത് മായുന്നത് വരെ മഗ്രിബ് നിസ്കരിക്കാൻ സമയമുണ്ട്. വഹാദാ ഖൗലുൽ ജംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിഅന്ന അഷ്ഫഖ യുത്ലഖു ഫിൽ ലുഗത്തി അലൽ ഹുംറ. ഷഫഖ് എന്ന് നിരുപാധികം ഉപയോഗിച്ചാൽ ഉദ്ദേശിക്കപ്പെടുക ചുവപ്പ് ശോഭയാണ്. അത് സൂര്യ അസ്തമിച്ച് കഴിയുമ്പോൾ വെള്ള ശോഭ ഉണ്ട്, മഞ്ഞ ശോഭ ഉണ്ട്, ചുവപ്പ് ശോഭയുണ്ട്. എല്ലാത്തിനും ഷഫഖ് എന്ന് പറയാം. പക്ഷെ വെള്ളയാണെങ്കിൽ ഷഫഖുൽ അബ്യദ് എന്ന് പറയും, മഞ്ഞയാണെങ്കിൽ ഷഫഖുൽ അസ്ഫർ എന്ന് പറയും, ചുവപ്പ് ഷഫഖുൽ അഹ്മർ എന്ന് പറയും. എന്നാൽ അതൊന്നും ചേർക്കാതെ ഷഫഖ് എന്ന് മാത്രം പറഞ്ഞാൽ ഉദ്ദേശിക്കുക ഷഫഖുൽ അഹ്മറാണ്, ചുവപ്പ് ശോഭയാണ്. അതുകൊണ്ട് ഇവിടെ ഷഫഖ് മായുന്നത് വരെ എന്ന് പറഞ്ഞ ഉദ്ദേശം ഷഫഖുൽ അഹ്മർ, ചുവപ്പ് ശോഭ മായുന്നത് വരെ എന്നാണ്. ഷഫഖുൽ അബ്യദ്, ഷഫഖുൽ അബ്യദാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യുഅദ്ദി ഇലാ അൻ യഅതി സുലുസുൽ ലൈലി ഫീ ബഅദിൽ അമാകിൻ ഫീ സ്വൈഫി വഹുവ ലം യഗ്ബ് ബഅദു. ചില പ്രദേശങ്ങളിൽ ഉഷ്ണകാലത്ത് ഒരു പക്ഷേ രാത്രി 3:1 കഴിയുമ്പോഴും ഈ ഷഫഖുൽ അബ്യദ് മായാതിരിക്കും. വെള്ള ശോഭ അസ്തമയ ശേഷം ഉണ്ടാകുന്ന വെളുത്തൊരു ശോഭ, ആ ശോഭ ഒരു പക്ഷേ അത്ര പെട്ടെന്ന് അസ്തമിക്കണമെന്നില്ല. ചുവപ്പ് ശോഭ അസ്തമിച്ചാലും ഷഫഖുൽ അബ്യദ് ബാക്കിയുണ്ടാകും. അപ്പം ഷഫഖുൽ അബ്യദ് മാഞ്ഞാലാണ് മഗ്രിബ് സമയം കഴിയാതെ പറഞ്ഞാൽ ഒരുപക്ഷെ രാത്രി 12 മണി വരെ 11 മണി വരെയൊക്കെ മഗ്രിബ് സമയമുള്ള ചില സീസണുകൾ ചില നാടുകളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് അത് ശരിയല്ല എന്നാണ്. വല്ലാഹു അലം. 1387 വസ്സഫഖുൽ അഹ്മറു, ഷഫഖുൽ അഹ്മർ യഗീബു, അത് അസ്തമിക്കും ബഅദ ഗുറൂബി ശംസി, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ബിസ്സാഅത്തിൻ വാഹിദത്തിൻ തഖരീബ, ഏതാണ്ട് 1 മണിക്കൂർ സമയം കൊണ്ട് അത് അസ്തമിക്കും. വഖദ് യസിലു ഇലാ സഅത്തിൻ വസ്നതൈ അശ്റത ദഖീഖതൻ ഖാസ്സതൻ ഫീ ഫസ്ലി സ്വൈഫി, ചിലപ്പോൾ 1 മണിക്കൂറും 12 മിനിറ്റും വരെ അതുണ്ടാകും, വിശിഷ്യ ഉഷ്ണകാലഘട്ടത്തിൽ. ഉഷ്ണകാലം വരുമ്പോൾ അവിടെ ഷഫഖുൽ അഹ്മർ കുറച്ചുകൂടെ നീണ്ടു നിൽക്കാറുണ്ട് എന്നർത്ഥം. അവിടെ നമ്പർ 6 താഴെ ഉണ്ട്, അത് വിശദമായി അത് കൊടുക്കുന്നുണ്ട്. ഷർഹുൽ ഫിഖ്ഹ് പറഞ്ഞ ചർച്ചകൾ. ആധുനിക കണക്ക് പ്രകാരം മഗ്രിബിന്റെ സമയം സൂര്യാസ്തമിച്ചിട്ട് 1 മണിക്കൂറും 10 മിനിറ്റും തഖരീബൻ ഏകദേശം. വഖ്തുൽ മഗ്രിബി മിൻ ഗുറൂബി ശംസി ഇലാ മഗ്രിബി ഷഫഖുൽ അഹ്മർ യഖ്തലിഫ്, അത് സമയം വ്യത്യാസം വരും. ചിലപ്പോൾ ഇതിനിടയിൽ ഉണ്ടാകും സഅത്തും വറുബഉൻ 1.25 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂറും 32 മിനിറ്റും വരെ ഉണ്ടാവാം. വദാലിക വഖ്തുൽ ഇശാ ഇൻദ നാസ് അൽ ആൻ ലാ ബഅസ ബിഹി വാഹിദുൻ വനിസ്ഫ് ഉറൂബി, ചില സ്ഥലത്ത് ഇശാ 1.5 മണിക്കൂർ സമയം ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടാണെന്നാണ്. ചില പ്രദേശങ്ങളിൽ
മരി ബാങ്കിച്ച 1.5 മണിക്കൂർ വേണ്ടി ഇഷാ ബാങ്ക് കൊടുക്കും. അപ്പം അങ്ങനെ ചില പ്രദേശങ്ങൾ ഉണ്ടാവാം. പ്രദേശത്തിന് ഉയർച്ചയും അതേപോലെ സൂര്യൻ്റെ ഗതിയും അതേപോലെ ഈ ഉഷ്ണകാലം ശൈത്യകാലം വ്യത്യാസം വരുമ്പോഴൊക്കെ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ സാധാരണഗതിയിൽ 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഷഫഖുൽ അഹ്മർ, ചുവപ്പ് ശോഭ. അത് അസ്തമിക്കുന്നത് വരെ മഗ്രിബിന് സമയമുണ്ട്. വല്ലാഹു അഅലം. 1388 മസ്അല യദ്ഖുലു വഖ്തുൽ ഇശാഇ. ഇശാഇന്റെ സമയം ആരംഭിക്കും ബിഗുറൂബി ഷഫഖിൽ അഹ്മരി, കടും ചുവപ്പ് അസ്തമിക്കൽ കൊണ്ട്. ആ ചുവപ്പ് ശോഭ അസ്തമിച്ചാൽ ഇശാഇന്റെ സമയമായി. വഹാദാ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, ഇത് മൊത്തത്തിൽ ഇജ്മാ ഉള്ള കാര്യമാകുന്നു. ഷഫഖ് അസ്തമിച്ചാൽ ഇശാ ആയി, അതിന് ഖിലാഫ് പൊതുവെ ഇല്ല. ഞാൻ ഷഫഖ് അഹ്മറാണോ അബിയദാണോ എന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഷഫഖ് അസ്തമിച്ചാൽ ഇശാ ആയി എന്ന് പൊതുവെ ഇജ്മാ ഉള്ള കാര്യമാണ്. ലിമാ റവാ മുസ്ലിമുൻ അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ. തെളിവെന്താണ്? ഷഫഖ് അസ്തമിച്ച ഇശാ ബാങ്കായി. തെളിവ് ലിമാ റവാ മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അൻ അബ്ദുല്ലാഹി ബിൻ അംറിൽ നിന്ന് മർഫൂഅൻ, നബിയിലേക്ക് ചേർത്തിക്കൊണ്ട്. ഇപ്പം നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ബിൻ അംർ പറഞ്ഞതായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വഖ്തുൽ ളുഹ്രി, ളുഹറിന്റെ സമയം മാലം യഹ്ദുൽ അസ്ർ, അസ്ർ ആവാത്രത്തോളം വരെയാണ്. വഖ്തുൽ അസ്രി, അസ്റിന്റെ സമയം മാലം തസ്ഫരി ശംസു, സൂര്യൻ മഞ്ഞയാവാത്രത്തോളം സമയമാണ്. വഖ്തുൽ മഗ്രിബി, മഗ്രിബിന്റെ സമയം മാലം യസ്കുതി ഷഫഖു, ഷഫഖ് മായാത്രത്തോളമാണ്. വഖ്തുൽ ഇശാഇ, ഇശാഇന്റെ സമയം ഇദാ നിസ്ഫിൽ ലൈലി, രാത്രിയുടെ മധ്യം വരെയാണ്. വഖ്തുൽ ഫജ്രി, ഫജ്റിന്റെ സമയം മാലം തത്ലുഇ ശംസു, സൂര്യ അസ്തമിക്കാത്തത് വരെയാണ്, ഉദിക്കാത്ത വരെയാണ് എന്ന ഹദീസാണ് തെളിവ്. അപ്പൊ ഷഫഖ് മായുന്നത് വരെ മഗ്രിബിന്റെ സമയം എന്ന് പറഞ്ഞു. അപ്പൊ മാഞ്ഞ പിന്നെ ഇശാന്റെ സമയമായി എന്നതിൽ നിന്ന് മനസ്സിലായി. അത് വരുന്നുണ്ട്. ഇശാന്റെ സമയം പ്രവേശിക്കാൻ പറഞ്ഞു. വഖ്തുൽ ഇശ, ഇശാന്റെ സമയം പ്രവേശിക്കൽ അസ്തമന ശോഭ മാഞ്ഞത് മുതലാണ്. ഏതുവരെ? യസ്തമിറു വഖ്തുൽ ഇഖ്തിയാർ. അടുത്ത മസ്അല, യസ്തമിറു വഖ്തുൽ ഇഖ്തിയാർ, ഇഖ്തിയാരിയായ സമയം. ഇശാഇന്റെ സമയം 2 എണ്ണം. ഒന്ന് ഇഖ്തിയാർ, ഏറ്റവും നിസ്കരിക്കാൻ അനുയോജ്യമായ സമയം. 2 ഇൽത്തിറാർ, നിവൃത്തിയില്ലെങ്കിൽ മാത്രം അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാവുന്ന സമയം. വഖ്തുൽ ഇഖ്തിയാർ എന്നത് ഇലാ നിസ്ഫിൽ ലൈൽ, രാത്രിയുടെ മധ്യം വരെയാണ്. അപ്പോൾ ഇശാ നിസ്കരിക്കേണ്ടത് എപ്പോൾ എന്ന് ചോദിച്ചാൽ അസ്തമന ശോഭ മാഞ്ഞത് മുതൽ അർദ്ധരാത്രി വരെയാണ് ഏറ്റവും നല്ല സമയം. ന്യായമായ കാരണങ്ങളില്ലാതെ ആ സമയത്തിന് അപ്പുറത്തേക്ക് ഇശാവിനെ പിന്തിപ്പിക്കാൻ പാടില്ല. ഫൈദൻ തസഫൽ ലൈലു, രാത്രി പകുതിയായാൽ ഫഖദ് ഇൻതഹാ വഖ്തുൽ ഇഖ്തിയാരി ലിസ്വലാത്തിൽ ഇശാ, ഇശാഇന്റെ ഇഖ്തിയാർ സമയം, നല്ല അനുകൂലമായ സമയം, അത് അവസാനിച്ചു. താഴെ നമ്പർ 3 ഉണ്ട്. വഹാദാ മദ്ഹബുൽ ഹനഫിയ്യ, ഇത് ഹനഫി മദ്ഹബിലെ അഭിപ്രായം ഇതാണ്. വഖൗലുൻ ഇൻദൽ മാലിക്കിയ്യ, മാലിക്കി മദ്ഹബിലെ ഒരു അഭിപ്രായം ഇതാണ്. വഖൗലുൻ ഇൻദൽ ഷാഫിഇയ്യ, ഷാഫി മദ്ഹബിലെ ഒരു അഭിപ്രായം ഇതാണ്. വഖൗലുൻ ഇൻദൽ ഹനാബില, ഹംബലി മദ്ഹബിലെ ഒരു അഭിപ്രായം ഇതാണ്. വൽ മശ്ഹൂർ ഫിൽ മദാഹിബി സലാസ, എന്നാൽ ഈ 3 മദ്ഹബിലെയും പ്രസിദ്ധ അഭിപ്രായം ഇലാ സുലുസുൽ ലൈൽ, രാത്രിയുടെ 1/3 വരെ എന്നാണ് ഇഖ്തിയാറിന്റെ സമയം. അതിനാൽ ഫലാ യജൂസു, അനുവദനീയമാവുക ഇല്ല, ലിമൻ ലാ ഉദ്റ ലഹു, ന്യായമായ കാരണങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ജായിസല്ല തഖ്ഖീറു സ്വലാത്തിൽ ഇശാഇ ബഅദ ഹാദൽ വഖ്തി, ഈ സമയത്തിനു ശേഷവും ഇശായിനെ പിന്തിപ്പിക്കുക എന്നത് കാരണങ്ങളില്ലാത്തവന് ജായിസല്ല. ലി ഹദീസ് അബ്ദുല്ലാഹി ബിൻ അംർ അസ്സാബിഖ്, നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ അംറിന്റെ ഹദീസാണ് തെളിവ്. നബി ഞങ്ങൾ പറഞ്ഞല്ലോ ഇശായി രാത്രി പകുതിയാകുന്നത് വരെ എന്ന് പറഞ്ഞു. ആ ഹദീസാണ് അതിന് തെളിവ്. എന്നാൽ ഇദൻ തസഫൽ ലൈലു, 1390, ഇദൻ തസഫൽ ലൈലു, രാത്രി മധ്യത്തിലായാൽ പകുതി അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ ബദഅ വഖ്തുൽ ളറൂറത്തി, ളറൂറത്തിന്റെ സമയം ആരംഭിച്ചു. ലിസ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിന്റെ അനിവാര്യമായ സമയത്ത് നിസ്കരിക്കാൻ അനുവാദമുള്ള സമയം, അത് ളറൂറത്തിന്റെ സമയം എന്ന് പറഞ്ഞത്. നിവൃത്തിയില്ലെങ്കിൽ അയാൾക്ക് ആ സമയത്തേക്ക് നീട്ടിവെക്കാം. ആ സമയം ആരംഭിച്ചു എവിടെ മുതൽ? അർദ്ധരാത്രി മുതൽ. ലിമാ റവാ മുസ്ലിം, തെളിവെന്താണ്? ലിമാ റവാ മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അബീ ഖതാദത മർഫൂഅൻ, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ച ഹദീസ്. ഇന്നമത് തഫ്രീതു അലാ മൻ യുസല്ലി സ്വലാത്ത, അലാ മൻ ലം യുസല്ലി സ്വലാത്ത
ഹത്താ യജിഅ വഖ്തു സ്വലാത്തിൽ ഉഖ്റാ. അടുത്ത നിസ്കാരത്തിന് സമയമാകുന്നത് വരെയും ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനാണ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയവൻ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. നിസ്കാരം പാഴാക്കിയവൻ എന്ന് എപ്പോൾ പറയാം? അടുത്ത നിസ്കാരത്തിന് സമയമാകുന്നത് വരെ ഈ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവൻ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയവനാണ്, പാഴാക്കിയവനാണ് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. ഫഹാദൽ ഹദീസ് യദുല്ലു, ഈ ഹദീസ് അറിയിക്കുന്നു, അലാ അന്ന ജമീഅ സ്വലവാത്തിൽ ഖംസ് ലാ യഖ്റുജു വഖ്തു അയ്യിൻ മിൻഹാ ഹത്താ യദ്ഖുല വഖ്തു സ്വലാത്തി ലത്തി തലീഹാ. അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ഏത് നിസ്കാരത്തിന്റെയും സമയം അടുത്ത നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴേ അവസാനിക്കുള്ളൂ എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലായി അർദ്ധരാത്രി വരെ, ഈ ഹദീസിൽ മനസ്സിലായി അടുത്ത നമസ്കാരത്തെ സമയമാകുന്നത് വരെ നിസ്കരിക്കാം. അപ്പൊ രണ്ട് രൂപത്തിൽ ഹദീസ് വന്നു. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാം? ആദ്യം പറഞ്ഞ ഹദീസ് ഏറ്റവും ശ്രദ്ധമായ സമയത്തെയാണ് അറിയിച്ചത്. രണ്ടാമത് പറഞ്ഞ ഹദീസ് ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ ഒരാൾക്ക് അർദ്ധരാത്രിക്ക് ശേഷം നിസ്കരിക്കാം, സുബഹി വരെ ഇശാഇന് അയാൾക്ക് സമയമുണ്ട്. ഒരു യാത്രയിൽ പെട്ടു, നിസ്കരിക്കാൻ സാഹചര്യം ഒന്നും ഉണ്ടായില്ല എങ്കിൽ യാത്രപ്പാട് കഴിയും വീട്ടിൽ എത്തി നിസ്കരിക്കാൻ വിചാരിച്ചതാണ്, പക്ഷെ ബ്ലോക്കിൽ പെട്ട് ആകെ ഇറങ്ങാൻ നിർത്താനും വയ്യ, ഇറങ്ങാനും വയ്യ, പോകാനും വയ്യ. അങ്ങനെ ബ്ലോക്കിൽ പെട്ട് ഒരു 2-3 മണിക്കൂർ അവിടെ സ്വീപ്പായി. അങ്ങനെയൊക്കെ ഇവിടെ കഴിഞ്ഞ് അവിടെ നിന്ന് ഫ്രീ ആയപ്പോഴേക്കനെ 1 മണി 2 മണിക്കായി. അയാൾക്ക് അപ്പോൾ നിസ്കരിക്കാൻ അയാൾക്ക് ഹറാമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രയിലാണ്, ഫ്ലൈറ്റ് യാത്രയിലാണ്, ഒരു 11 മണിക്ക് 12 മണിക്ക് ലാൻഡ് ചെയ്യുന്നു പറഞ്ഞു. എന്നാൽ ലാൻഡ് ചെയ്തിട്ട് സ്വസ്ഥമായി നിസ്കരിക്കാമല്ലോ, കിബില കിട്ടും, നിന്ന് നിസ്കരിക്കാൻ കഴിയും. അതുകൊണ്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ അത് ഇതേപോലെ ഡിലേ ആയി, അങ്ങനെയൊക്കെ പാടെ ആയി അറിഞ്ഞു വന്നപ്പോഴേക്ക് അർദ്ധരാത്രിയും കഴിഞ്ഞു. എങ്ങനെ ഉതിറുണ്ട്, അയാളെ സംബന്ധിച്ച് ഇറങ്ങിയ ശേഷം നിസ്കരിച്ചാൽ മതി. അങ്ങനത്തെ ഒരു കാരണവുമില്ലാതെ ഇശാ വെറുതെ എങ്ങനെ നീട്ടി കൊണ്ടുപോകുക? അത് ഏതുവരെ നീട്ടാം? അർദ്ധരാത്രി വരെ നീട്ടാം. അതിനപ്പുറത്തേക്ക് നീട്ടൽ അനുവദനീയമല്ല, ജായിസ് അല്ല എന്ന് ഈ രണ്ട് ഹദീസുകൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും.